പാചകവാതക പ്രതിസന്ധിക്കിടെ പാചക എണ്ണ വില കുതിക്കുന്നു എന്നൊരു വാർത്ത വരുന്നു. പാം ഓയിലിന് ലിറ്ററിന് 20 രൂപയും സൺഫ്ലവർ ഓയിലിന് 10 രൂപയും ഒറ്റയടിക്ക് വർദ്ധിച്ചു. ഉപജീവനമാർഗം നഷ്ടപ്പെടാതിരിക്കാൻ ഭക്ഷണ മെനു ക്രമീകരിച്ചാണ് ഇടുക്കിയിലെ പല ഹോട്ടലുകളും മുന്നോട്ട് പോകുന്നത്. കട്ടപ്പനയിൽ നിന്നും രാഹുൽ സുരേഷ് ചേരുന്നു. രാഹുൽ സുരേഷ്, കട്ടപ്പുറത്താവോടെ നമ്മുടെ ജീവിതം എന്നുള്ളതാണ് നാട്ടുകാർ ചോദിക്കുന്നത്. കാരണം ഇങ്ങനെ എണ്ണവില കൂടുന്നു, പാചകവാതകത്തിന്റെ ക്ഷാമമുണ്ട്, ഒരു ഭാഗത്ത് അന്നം മുട്ടുന്ന അവസ്ഥയാണോ? എന്താണ് മാർക്കറ്റിൽ നിന്ന് പൊതുവേ നമുക്ക് ലഭിക്കുന്ന വിവരം? പാചക ഗ്യാസിനോടൊപ്പം തന്നെ എണ്ണവിലയും വർദ്ധിക്കുകയാണോ രാഹുൽ? ഡോക്ടർ അരുൺ, പാചകവാതകത്തിന്റെ ലഭ്യത കുറവ് വന്നതോടെ നമ്മളിൽ പലരും കഞ്ഞിയും പയറും പപ്പടവും ഒക്കെ കഴിച്ച് വിശപ്പ് മാറ്റാം എന്ന് തീരുമാനിച്ചതാണ്. പക്ഷേ ഈ പപ്പടം വറുത്തെടുക്കേണ്ട എണ്ണയ്ക്കും വില കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. നമ്മൾ കട്ടപ്പനയിലെ ഒരു ഹോട്ടലിലാണ് ഉള്ളത്. ഈ കാണുന്ന നമുക്ക് നല്ല ചൂടുള്ള പഴംപൊരിയും ബോണ്ടയും അതുകൂടാതെ ഉഴുന്നുവടയൊക്കെ കാണാൻ സാധിക്കും. ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന എണ്ണയ്ക്ക് പാം ഓയിലിലും സൺഫ്ലവർ ഓയിലും ഒക്കെ വില ഇങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന പാം ഓയിലിന് ഒറ്റയടി 10 രൂപ മുതൽ 20 രൂപ വരെ കൂടി എന്നാണ് മാർക്കറ്റിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതുകൂടാതെ ഈ കാണുന്ന സൺഫ്ലവർ ഓയിലിനും 10 രൂപ വരെ വർദ്ധിച്ചിട്ടുണ്ട്. ഡെയിലി 5 രൂപ 6 രൂപ വേരിയേഷൻ വന്നുകൊണ്ടിരിക്കുക. ഇപ്പം പാമോയിൽ ഇപ്പോൾ ആ പാമോയിൽ 2 ദിവസം കൊണ്ട് 20 രൂപ 25 രൂപ വേരിയേഷൻ വന്നിപ്പോൾ. ഇപ്പം ഈ സംഗതി ഭയങ്കര റിസ്ക്കാണ്. വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളെപ്പോലുള്ള സാധാരണക്കാരൻ്റെ കടയൊക്കെ 2 ദിവസം കൊണ്ട് നിന്ന് പോകുക. വെച്ച് കഴിഞ്ഞാൽ ഒരു മാർഗ്ഗമില്ല. മെനു ഒക്കെ ക്രമീകരിച്ചിട്ടുണ്ടോ? ഇപ്പം ഓൾറെഡി നമ്മളിവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ എന്നാ തീയെ വെച്ചുണ്ടാക്കാവുന്ന സംവിധാനം വെച്ച് കഴിഞ്ഞാൽ ഇടിയപ്പം അങ്ങനെയുള്ള സംവിധാനത്തിലേക്ക് മാറി സംഭവം. വെച്ചാൽ പുഴുങ്ങിയെടുക്കാവുന്ന സംവിധാനം മാത്രം തീയെ വെച്ച് ആ ഒരു സെറ്റിലേക്ക് പോയി. ഇപ്പോൾ വിറകടുപ്പിലേക്ക് മാറേണ്ട സാഹചര്യമുണ്ട്. ഇപ്പോൾ ഓൾറെഡി ഇപ്പം നമ്മൾ കടയുടെ പുറയിൽ ഒരു അടുക്കള പോലെ സംവിധാനം ഉണ്ടാക്കി ഞങ്ങളുടെ പരിപാടിയാണ്. ഈ ഭക്ഷണം കഴിക്കാൻ വരുന്ന ആൾക്കാരൊക്കെ രാവിലെ വരുമ്പോൾ പല മെനുവിലുള്ള കാര്യങ്ങളും ചോദിക്കാറുണ്ട്. പക്ഷേ അതൊന്നും കിട്ടുമോ ഇല്ലയോ എന്നതാണ് എടുത്തു വരേണ്ട കാര്യം. രാവിലെ വന്ന് ചോദിച്ച സാധനമൊക്കെ കിട്ടിയോ? ഇല്ല, കിട്ടിയില്ല. സാധനങ്ങളെല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അരുൺ, മെനു ഒക്കെ ക്രമീകരിച്ച് മുന്നോട്ട് പോകേണ്ട കാര്യമാണ്. ഇപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ വിറകടുപ്പിൽ കത്തിച്ച് മുന്നോട്ട് പോകണമെങ്കിലും തൊട്ടടുത്ത് വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ പുക ആ വീടുകളിലേക്ക് ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കും ബുദ്ധിമുട്ടുണ്ടാവും. നാട്ടും പ്രദേശങ്ങളിൽ ഇതാണ് അവസ്ഥയെങ്കിൽ നഗരപ്രദേശങ്ങളിലെ കാര്യം ഇതിനും അപ്പുറമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഫ്ലാറ്റിൽ താമസിക്കുന്ന നമ്മുടെ കാര്യമൊക്കെ കട്ടപ്പുകയാവുമെന്നാണ് തോന്നുന്നത് കേട്ടോ രാഹുലെ. പക്ഷേ ഇപ്പോൾ ഗ്യാസിന് വലിയ പ്രതിസന്ധിയില്ല. പക്ഷേ ഇങ്ങനെ പ്രതിസന്ധി വന്നാൽ വലിയ ബുദ്ധിമുട്ടായി തീരുകയും ചെയ്യും. ആശങ്കപ്പെടുത്താൻ പറയുന്നതല്ല, ഇങ്ങനെ പറഞ്ഞിട്ട് ആശങ്കപ്പെടരുതെന്ന് പറയുന്നത് എന്തുകൊണ്ട് എന്ന് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ടാവും. സംഭവം വസ്തുതയാണെങ്കിലും പെട്ടെന്നൊരു പരിഭ്രാന്തി വേണ്ട എന്നുള്ളത് കൊണ്ടാണ്. സർക്കാർ എന്തെങ്കിലും സംവിധാനം ചെയ്യും. എന്തായാലും ഗ്യാസ് കിട്ടാൻ ഇപ്പോൾ 25 ദിവസത്തിന് ഇടവേള നഗരങ്ങളിലുണ്ട്, ഗ്രാമങ്ങളിൽ 45 ദിവസം. പെട്ടെന്ന് ബുക്കിംഗ് നടക്കാത്തത് ഗ്യാസ് കിട്ടാത്തത് കൊണ്ടല്ല, സെർവർ ചെറിയ സാങ്കേതിക തടസ്സം കാണിക്കുന്നത് കൊണ്ടാണ് എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. അല്പം ക്ഷമ വേണം, ഒന്ന് കാത്തിരിക്കൂ. വളരെ പെട്ടെന്ന് ആ പ്രശ്നം പരിഹരിക്കുമെന്നാണ് ഒരു ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിൽ പറഞ്ഞത്.